റിവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് dhsc.kerala.gov.in എന്ന കേരള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ എക്സാമിനേഷൻ എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് RV ഫുൾ HSC സെക്കൻഡ് ഇയർ മാർച്ച് 2024 സ്ക്രൂട്ടിനി ഓർ റിവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു PDF പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് റിവാലുവേഷന് നിങ്ങൾക്ക് 10% അതിൽ കൂടുതലോ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ, അതായത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ റിവാലുവേഷൻ മുൻപുള്ളതിനേക്കാൾ 6 മാർക്കോ അതിൽ കൂടുതലോ കൂടി, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ റിവാലുവേഷൻ മുൻപുള്ളതിനേക്കാൾ നിങ്ങൾക്ക് ഈ ഒരു 8 മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയുള്ള പൈസ, അതായത് ഈ റിവാലുവേഷൻ നൽകിയിട്ടുള്ള 500 രൂപ ഏത് വിഷയത്തിനാണോ ഈ ഒരു രീതിയിൽ 10% കൂടിയുള്ളത് ആ ഒരു കൂടിയ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജൂൺ 30-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ ആ ഒരു പൈസ സ്കൂളിൽ നിന്നും വാങ്ങിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ തരികയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രൂട്ടിനി റിസൾട്ടാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്ക്രൂട്ടിനി റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൂക്ഷ്മ പരിശോധനയാണ് സ്ക്രൂട്ടിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച വിദ്യാർത്ഥികളിൽ നിങ്ങളുടെ മാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് എന്നും വന്നിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ഇവിടെ അധിക വിദ്യാർത്ഥികൾക്കും നോ ചേഞ്ച് ആണ് കാണിക്കുന്നത്. എന്നാൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റീവാലുവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു റിസൾട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീവാലുവേഷൻ അപേക്ഷിച്ചിട്ട് മാർക്ക് ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ നോക്കാം. നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ, ചേഞ്ച് വന്നിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റീവാലുവേഷൻ അപേക്ഷിച്ച് ചേഞ്ച് വരാത്ത വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ റീവാലുവേഷൻ അപേക്ഷിച്ച് ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം, അതായത് അടുത്ത PDF-ലേക്ക്. അപ്പോൾ രണ്ടാമത്തെ PDF എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്ക്, അതായത് റീവാലുവേഷൻ അപേക്ഷിച്ചു നിങ്ങൾക്ക് 10% അതിൽ കൂടുതലോ മാർക്ക് കൂടി, അങ്ങനെ നിങ്ങൾക്ക് റീവാലുവേഷൻ അതായത് ഈ റീഫണ്ടിനായിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, അതായത് ഇവിടെ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റീഫണ്ടിനായിട്ട് അർഹതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് ഈ റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. 67 പേജുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു PDF മുകളിലുള്ള സെർച്ച് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ പേരോ അടിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10% ഉള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണിത്. നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന, അതായത് ഈ റീവാലുവേഷൻ സ്ക്രൂട്ടിനിയിൽ നിങ്ങൾക്ക് അപേക്ഷിച്ച് മാർക്ക് ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റായിരുന്നു ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം 581 പേജുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അതിലും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു സെർച്ച് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുക. കാരണം 581 പേജ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയി നിങ്ങളുടെ ആ ഒരു നമ്പർ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമതായിട്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്. റീവാലുവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസും അതുപോലെ എത്ര മാർക്ക് നിങ്ങൾക്ക് റീവാലുവേഷൻ ശേഷം കൂടി എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇത് 295 പേജാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ മുകളിലുള്ള ആ ഒരു സെർച്ച് ഐക്കണിൽ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ 230, അതായത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 236 എന്ന് അടിച്ചപ്പോൾ ആ ഒരു അവിടെ, അതായത് 5ാമതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ ആ ഒരു നമ്പറിൻ്റെ അടുത്ത് ജസ്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ രീതിയിൽ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഈ റീഫണ്ടിന് അർഹത വരുന്നത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ റീഫണ്ടിനായിട്ട് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അർഹതയുള്ളതല്ല, ജസ്റ്റ് ഈ ഒരു റീവാലുവേഷന് മുൻപുള്ള മാർക്കും റീവാലുവേഷന് ശേഷമുള്ള മാർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സ്ഥലത്ത് മനസ്സിലാക്കാം, ഒരു വിദ്യാർത്ഥി കമ്പ്യൂട്ടർ സയൻസിൽ 60 മാർക്കാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷന് മുമ്പ് കിട്ടിയത് 24 റീവാലുവേഷന് ശേഷം 54 മാർക്കുമാണ് കിട്ടിയത്. അതായത് ഏകദേശം 30 മാർക്ക് ആ വിദ്യാർത്ഥിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ടിന് അർഹതയുണ്ട്. അതുപോലെ ഇവിടെ ഒരു വിദ്യാർത്ഥിയുടേത് അറബിക്കാണ്. അറബിക്ക് 80 മാർക്ക് വരുന്നത്. അപ്പോൾ റീവാലുവേഷന് മുമ്പ് 36 കിട്ടിയത്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു 40 മാർക്ക് കൂടി 76 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് ഏകദേശം 8 മാർക്ക്, 80-ൽ 8 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 പോയിട്ട് ഒരു 40 മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ റീഫണ്ടിനായിട്ട്, അതായത് ആ ഒരു സബ്ജക്റ്റിന് റീഫണ്ട് ആയിട്ട് അർഹതയുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജസ്റ്റ് മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം. ഈ ഒരു റീവാലുവേഷന് മുൻപ് നിങ്ങൾക്ക് അതായത് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വിദ്യാർത്ഥിക്ക് 44 മാർക്കായിരുന്നു മലയാളത്തിൽ കിട്ടിയത് 80-ൽ. അപ്പോൾ അതിനു മുമ്പ് 4 മാർക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീവാലുവേഷന് ശേഷം ആ ഒരു വിദ്യാർത്ഥിക്ക് 71 മാർക്കാണ് 44-ൽ നിന്നും കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 90% മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ 14 മാർക്കാണ് ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നത്. റീവാലുവേഷന് മുമ്പ് ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഇനത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് 41 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് അവിടെ തന്നെ ആഡ് ചെയ്ത് നൽകിയിട്ടും ഉണ്ട്. ഇതിന് കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് 90% മാർക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.